ഇന്നത്തെ വീഡിയോയും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് ബുള്ളിയൻ സ്റ്റിച്ചാണ് കേട്ടോ. ഇത് തയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പോലെ തന്നെ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊക്കണം. എന്നിട്ട് അവിടുന്ന് ഇപ്പോൾ നമ്മൾ സൂചി പൊക്കി എടുത്തെടുത്തുനിന്ന് ചെറുതായിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നമുക്ക് സൂചി വീണ്ടും ഇറക്കി ഒന്നും കൂടെ പൊക്കിയിട്ട് ഇപ്പോൾ കാണുന്ന പോലെ നൂല് സൂചിയിലേക്ക് ചുറ്റണം. അത് നമുക്ക് എന്തോരം വലിയ പറ്റലാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ചുറ്റിയാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 10 പ്രാവശ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസിലുള്ള ചെറിയൊരു ലെങ്ത്തിലേക്കുള്ള ഒരു സ്റ്റിച്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലവർ അല്ലല്ലോ ചെയ്യുന്ന, ആദ്യം സ്റ്റിച്ച് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്ക് അല്ലെങ്കിൽ ആദ്യം സൂചി എടുത്തേക്ക് നമ്മൾ നൂല് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ചരിച്ചിട്ട് താഴോട്ട് സൂചി കുത്തി ഇറക്കണം. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആകും. ഇനി വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത് എവിടെയാണോ നമുക്ക് ആ സ്റ്റിച്ച് വേണ്ടത് അങ്ങോട്ട് സൂചി മുകളിലേക്ക് എടുത്തിട്ട് അടുത്തത് ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യുക. സൂചി കുത്തി ഇറക്കുന്നു, മുകളിലേക്ക് കയറ്റുന്നു. ഇത് എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് വേണോ അത്രയും ഡിസ്റ്റൻസ് എടുക്കാം കേട്ടോ സൂചി എടുക്കുമ്പോഴും. ഇനി സൂചി ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈക്വലായിട്ട് വരാൻ വേണ്ടി ഇപ്പോഴും നമ്മൾ 10 പ്രാവശ്യം തന്നെയാണ് സൂചിയിലേക്ക് നൂല് ചുറ്റുന്നത് കേട്ടോ. 10 പ്രാവശ്യം നമ്മളത് റൗണ്ട് ചെയ്ത് എടുക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇത് കണ്ടോ, ലെഫ്റ്റ് ഹാൻഡ് നൂലയിൽ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് സൂചി ഇങ്ങനെ അതിൽ നിന്ന് ഒരു കെട്ട് പോലെ വരുന്നതിൽ നിന്ന് നമ്മളിങ്ങനെ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതുപോലെ തന്നെ ഒന്നുകൂടെ കാണുമ്പോൾ ക്ലിയർ ആകുമേ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ നൂലെടുത്തിട്ടുണ്ട്. ഇനി സൂചി ഇങ്ങനെ കുത്തി ഇറക്കുക. 2 സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കേട്ടോ. മൂന്നാമത്തേത് സൂചി ഇറക്കിയിട്ട് എത്ര ദൂരത്തിലാണോ നമുക്ക് വേണ്ടത് ആ ലെങ്ത് അനുസരിച്ച് സൂചി പൊക്കിയെടുക്കാം. എന്നിട്ട് നൂല് എടുത്ത് ഇപ്പം സൂചി നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പൊക്കി പിടിക്കണം. അത് ചുറ്റാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. എന്നിട്ട് 10 പ്രാവശ്യം നമ്മൾ ചുറ്റുന്നു. ഇനി ആ കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ആ നൂല് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മൾ പിടിച്ചുകൊണ്ട് വേണം മറ്റേ കൈ കൊണ്ട് സൂചി ഇങ്ങനെ അതിൽ നിന്ന് എടുക്കാനായിട്ട് വലിച്ചിങ്ങനെ എടുക്കണം. എന്നിട്ട് വീണ്ടും സൂചി ഇങ്ങനെ കുത്തി ഇറക്കുമ്പോഴേക്കും അടുത്ത ഇപ്പോൾ ഒരു സ്റ്റിച്ചും കൂടെ കംപ്ലീറ്റ് ആയി. ഒരെണ്ണം കൂടെ നമുക്ക് കാണാവേ, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൂചി കുത്തി ഇറക്കുന്നു. നമുക്ക് എവിടെയാണോ അല്ലെങ്കിൽ എത്ര നീളത്തിലാണോ ഈ സ്റ്റിച്ച് വേണ്ടത് ഏകദേശം ആ ഒരു ഡിസ്റ്റൻസ് കണ്ട് നമ്മൾ സൂചി ഇങ്ങനെ പൊക്കിയെടുക്കുന്നു. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സൂചി പൊക്കി പിടിച്ചിട്ട് എത്ര പ്രാവശ്യമാണോ ഇപ്പോൾ നമുക്ക് എത്ര വലിയ അല്ലെങ്കിൽ എത്ര ലെങ്ത്തിലാണോ നമുക്ക് ഈ സ്റ്റിച്ച് വേണ്ടത് അത്രയും അതനുസരിച്ച് നമുക്ക് ഇത് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചുമ്മാ നമ്മൾ പഠിക്കാനായതുകൊണ്ട് 10 പ്രാവശ്യം അത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈക്വലായിട്ട് എടുത്തേക്കുന്നത്. ഇനി അത് താഴേക്ക് ഇറക്കിയാൽ മതി. സൂചി ഇപ്പോൾ താഴേക്ക് ഇറക്കുമ്പോൾ ഈ സ്റ്റിച്ച് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് ബുള്ളിയൻ സ്റ്റിച്ച്. ഇനി ഈ ബുള്ളിയൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ചെയ്യാം കേട്ടോ. പല ബുള്ളിയൻ റോസാണ് ഏറ്റവും ഫെമിലിയർ ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അതല്ലാതെ തന്നെ വേറെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു ഫ്ലവർ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. ഒത്തിരി ഫ്ലവേഴ്സ് ചെയ്യാം നമുക്കിതുകൊണ്ട്, പലതരത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ എവിടെയാണോ ഫ്ലവർ വരേണ്ടത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ഒരു ഡോട്ട് പോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ സൂചി മുകളിലേക്ക് പൊക്കിയെടുക്കുക. ഇനി അവിടെ തന്നെ നമ്മൾ സൂചി ഇപ്പോൾ നമ്മൾ ആ നൂല് പൊക്കിയെടുത്ത സ്ഥലത്ത് തന്നെ സൂചി ഒന്നും കൂടെ കുത്തി മുകളിലേക്ക് ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതൊത്തിരി ഡിസ്റ്റൻസിൽ എടുക്കണ്ട കേട്ടോ, ചെറുതായിട്ട് മതി. ഇനിയിപ്പോൾ നമുക്ക് വലിയ പറ്റലാണ് വേണ്ടതെങ്കിൽ കൂടുതൽ പ്രാവശ്യം ചുറ്റാം. ഇപ്പോൾ ഇതിനകത്തൊരു 15 പ്രാവശ്യമാണ് ചുറ്റിയേക്കുന്നത്. അപ്പോൾ ചെറിയൊരു പെറ്റലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ.
15 പ്രാവശ്യമായി. അപ്പോൾ നമ്മളിനി മുമ്പത്തെ പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ആ നൂലെ പിടിച്ചുകൊണ്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് സൂചി ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. ഇനി അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ വേണം നമ്മൾ ഇനി ആ സൂചി താഴ്ത്തി ഇറക്കാനായിട്ട്. താഴോട്ടങ്ങ് ഇറക്കി വിടണം. ഇറക്കി വിട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക് എടുത്താലും മതി. ഇല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ ഇങ്ങനെ ഒറ്റയടിക്ക് തന്നെ അടുത്ത് പെറ്റൽ എവിടെയാണോ എടുക്കേണ്ടത് അങ്ങോട്ട് സൂചി കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ കണ്ടോ, ഇതാണ് ആ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ 3 പെറ്റലുള്ള ഒരു കുഞ്ഞു ഫ്ലവറാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പെറ്റൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. സൂചി ഇതുപോലെ കുത്തി എടുത്തിട്ട് 15 പ്രാവശ്യം തന്നെ. ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ എല്ലാ പെറ്റൽസിനും ഈക്വൽ നമ്പർ വേണം നമ്മളിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഒരു പെറ്റൽ കുഞ്ഞായിട്ടും ഒരു പെറ്റൽ വലുതായിട്ടും ഇരിക്കും. അപ്പോൾ ആദ്യത്തെ പെറ്റലിന് 15 ആണ് എടുത്തതെങ്കിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും 15 തന്നെ വേണം എടുക്കാൻ. ഇപ്പോൾ രണ്ടാമത്തെ പെറ്റലും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചുറ്റിയെടുത്തു. ഇനി സൂചി താഴോട്ട് ഇറക്കിയാൽ മതി. രണ്ടാമത്തെ പെറ്റലും റെഡിയാകും. ഇനി നമുക്ക് ഒറ്റ പെറ്റലും കൂടെ ആക്കിയാൽ നമുക്കൊരു ചെറിയ ഫ്ലവർ കിട്ടും കേട്ടോ. ഇപ്പോൾ 2 എണ്ണമായി. ഇനി നമുക്ക് ഇതെങ്ങോട്ടാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയാലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ അത് ചെറിയൊരു നൂലും കൊണ്ട് ഒന്ന് തയ്ച്ചു വിട്ടാലും, അല്ലെങ്കിൽ എവിടെയാണോ ഏത് ഷേപ്പിലാണോ ഇരിക്കേണ്ടത് അങ്ങനെ. ഇപ്പോൾ സാധാരണ നൂലില്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും നമ്മൾ മൂന്നാമത്തെ പെറ്റൽ നേരത്തെ പോലെ തന്നെ 15 പ്രാവശ്യം ചുറ്റി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കൈ ആ നൂല് പിടിക്കണം. ഇല്ലെങ്കിൽ അതെല്ലാം കൂടി ഇങ്ങ് ഊരിപ്പോരും കേട്ടോ. എന്നിട്ട് അതങ്ങനെ വളച്ചെടുക്കണം. ഇത് മറ്റേ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ, ലൈൻ പോലെ അല്ലല്ലോ നമ്മുടെ സ്റ്റിച്ച്. ഇത് ഒരു പെറ്റലായിട്ട് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ വളച്ചെടുക്കുന്നത് കേട്ടോ. എങ്കിലേ ആ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, 3 പെറ്റലായി. ഒരു ചെറിയ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാരിയിലോ ബ്ലൗസിലോ കുർത്തിയിലോ അവിടെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. ബുള്ളിയൻ റോസ് കുറച്ചും കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ആദ്യം ഇത് ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ ബുള്ളിയൻ റോസ് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒരു ഡോട്ട് പോലെ എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തതല്ല. ഈ സ്റ്റിച്ച് പിന്നെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ ആ ഫ്ലവറിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു സ്റ്റിച്ച് അങ്ങ് ഇടുന്നതേ ഉള്ളൂ. ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ ഇത്. ഇനി അത് ഏത് ഷേപ്പിലാണോ വേണ്ടതെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ചുമ്മാ സാധാരണ നൂലുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് തുണിയെ കൂട്ടി ഒന്ന് ഉടക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഷേപ്പിലിരുന്നോളൂ. ഇനി ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓൾമോസ്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കുള്ളൂ. ഇനി ബൈ ചാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് തുണിയെ ചേർത്ത് ചുമ്മാ ഒന്ന് ഉടക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഇരുന്നോളൂ. ഇനി ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മൾ ഡ്രസ്സിൽ തയ്ച്ചേക്കുന്ന 1-2 ഡിസൈനും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്ന അതൊരു ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ ഫ്ലവറാണ് അവിടെ ഇവിടെയായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഓൾ ഓവർ സ്ലീവിൽ ചെയ്തേക്കുവാണ്. പിന്നെ അതിൻ്റെ നടുക്കൂടെ ഉള്ളത് ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു സ്റ്റിച്ചാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെയ്തില്ലേ ആ ഫ്രഞ്ച് നോട്ട്, അതാണ്. അത് പിന്നെ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ ഇതും ഒരു സാരിയിൽ ചെയ്തതാണ്, ചെറിയ ഒരു ഡിസൈനായിട്ട്. അതിനകത്ത് ഇതേ ഫ്ലവർ തന്നെയാണ് ചെയ്തേക്കുന്നത്. വയലറ്റ് ഫ്ലവറും നടുവിൽ ചെയ്തേക്കുന്ന ആ ഒരു ഡോട്ട് നമ്മൾ യെല്ലോ കളറിട്ടാണ് ചെയ്തേക്കുന്നതെന്നുള്ളൂ. പിന്നെ ഇനി
ഇതൊരു കുർത്തിയിൽ ചെയ്തതാണ്. ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. ഇത് ആ ഗ്രീൻ കളർ ബ്ലൗസ് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. ഇതിനകത്ത് എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ 3 പെറ്റലിന് പകരം നമ്മളിവിടെ കൊടുത്തേക്കുന്നത് 5 പെറ്റലാണെന്ന് മാത്രം. അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു ഫ്ലവർ കിട്ടും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.